നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ഉദിത് നാരായണൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗായകനാണ് ഉദിത് നാരായണൻ. ഹിന്ദിയിൽ ഒരുപാട് ഹിറ്റുകൾ നേടിയെടുത്ത പാട്ടുകളുണ്ട് ഉദിത് നാരായണൻ. അതുപോലെ തന്നെ മലയാളത്തില് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 10ഓളം മലയാള ഗാനങ്ങൾ ഉദിത് നാരായണൻ ആലപിച്ചിട്ടുണ്ട്. എല്ലാം സൂപ്പർ ഹിറ്റാണ്. എടുത്തു പറയുകയാണെങ്കിൽ ചിലുമ്പുള്ളിക്കാട്ട് ആ പാട്ട്, മുന്തിരിപ്പാടം, അങ്ങനെയുള്ള കുറെ പാട്ടുകൾ നമ്മൾ എപ്പോഴും കേൾക്കുമ്പോൾ നമ്മൾ ആസ്വദിച്ചിരുന്നു പോയി. പുള്ളിയുടെ ആ ഒരു സൗണ്ട് അല്ലേ, പുള്ളിയുടെ ആ ഒരു പ്രത്യേക ഒരു സൗണ്ടാണ്. ആ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ആസ്വദിച്ചിരുന്നു. അത്രയ്ക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഗാനങ്ങളാണ് ഈ പറയുന്ന ഉദിത് നാരായണന്റെ പാട്ട്. അതുപോലെ തന്നെ ഹിന്ദിയിലായിക്കോട്ടെ, ഈ പാപ്പാ കഹത്തെ ഹേ ബഡാ നാം കരേഗ എന്നത്തെ പാട്ട്, പാപ്പാ കഹത്തെ ഹേ ബഡാ നാം കരേഗ, ആ ഒരു പാട്ടിലൂടെയാണ് സത്യം പറഞ്ഞ ഉദിത് നാരായണൻ എന്ന് പറയുന്ന സിംഗർ ലോകം അറിയുന്നത്. അതോടുകൂടിയാണ് ഈ പുള്ളി എന്ത് ചെയ്തു, ഒരുപാട് ഹിറ്റുകൾ എടുത്ത് പറയാൻ പറ്റുന്ന അത്രയ്ക്ക് ഹിറ്റ് പാട്ടുകൾ പാടിയിട്ടുണ്ട്. 3 ദേശീയ പുരസ്കാരങ്ങളും 10ഓളം ഫിലിം ഫെയർ അവാർഡ്, അങ്ങനെ ഒരുപാട് അവാർഡുകളും പുരസ്കാരങ്ങളൊക്കെ നേടിയിട്ടുണ്ട്. പേഴ്സണലി പറയാൻ എനിക്ക് ഈ പുള്ളിയുടെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ പുള്ളിയുടെ സൗണ്ട് ഒരു പ്രത്യേക തരം സൗണ്ടാണ്. ഈ പുള്ളിയുടെ പാട്ട് എപ്പോഴും ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഓക്കെ, ഇപ്പൊ സംഭവം അതൊന്നുമല്ല. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഈ പുള്ളി ഒരു ലൈവ് ഷോയിൽ നമ്മുടെ ഒരു പാട്ട് പാടും, മറ്റാരുമല്ല നമ്മുടെ രാഹുൽ ഈശ്വരൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ടിപ്പ് 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 പാനി, ആ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ കുറെ ആരാധകർ എന്ത് ചെയ്തു, ഈ പുള്ളിയെ കാണാൻ വേണ്ടി വന്നു, ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നു. കിളവൻ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഏതാണ്ട് 69-70 വയസ്സായി ഈ പറയുന്ന ഉദിത് നാരായണന്. ഫോട്ടോ എടുക്കാൻ വന്ന പെണ്ണിനെ ഒന്നും നോക്കിയില്ല, വാലിടിച്ച് എന്ത് ചെയ്തു, അവൻ അങ്ങോട്ട് കിസ് ചെയ്യാൻ തുടങ്ങി. കിസ് ചെയ്യാന്ന് വെച്ചാൽ നിരന്തരം കിസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. വരുന്നവര് ഈ പെൺകുട്ടികളെയും പറയുന്ന പെൺകുട്ടികൾ അങ്ങോട്ടൊരു കിസ് കൊടുക്കുന്നു. ഇവൻ നിരന്തരം പിന്നെ കിസ് ചെയ്ത് ഈ പാട്ട് പറയും പോലെ മേരെ ബസ് മേ നഹി മേരാ മൻ, അതുപോലെ എന്താണ് കൺട്രോൾ വിട്ട് എന്ത് ചെയ്തു, ഈ പെൺകുട്ടികളെ ബലമായിട്ട് ചുണ്ടിലും കവിളിലൊക്കെ കിസ് ചെയ്യുന്ന ഒരു രംഗം. അതിപ്പോ ഭയങ്കര വൈറലായിട്ട് ഇരിക്കുകയാണ്. ആദ്യം നമുക്ക് ആ ഒരു രംഗം ഒന്ന് കണ്ടു നോക്കൂ, അതിനുശേഷം നമുക്ക് ബാക്കി പറയാം.
കണ്ടോ? അപ്പൊ ഇവന് ഈ പറയുന്ന ഉദിത് നാരായണന് ഏതാണ്ട് 70 വയസ്സത്തോളമായി വാർദ്ധക്യത്തിലോട് അടുക്കുന്ന സമയത്ത് ഇവന് സ്ഥിരം ഇതാണ് പരിപാടി എന്നുള്ളത്. ഈ അൽഖ യാഗ്നിക്കുമായിട്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഇവന് അവിടെ നിന്നും കൈ പിടിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും അങ്ങനെയായിട്ടുള്ള കുറെ വീഡിയോസ് ഉണ്ട്. ഇത് അന്ന് ആരും ഇത് മൈൻഡ് ചെയ്തില്ല. ഈ പറഞ്ഞ പോലെ കൂട്ടുള്ള ഒരു സ്വന്തം മോളെ പോലെയൊക്കെ കാണുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് ഉമ്മ വെച്ചതാണെന്നൊക്കെ കരുതി. പക്ഷെ ഇന്ന് ഈ പറയുന്ന ഈ ലൈവ് ഷോയിൽ ഈ പെൺകുട്ടികളെ, ആരാധന മൂത്ത പെൺകുട്ടികളെ ഇതുപോലെ ആക്രാന്തം പിടിച്ച് എന്ത് ചെയ്തു, വാരി വലിച്ചിട്ട് ഉമ്മ വെച്ചത് കണ്ടപ്പോൾ ഇവൻ മറ്റെന്തോ ഉദ്ദേശത്തിലൂടെയാണ് ഇത് ചെയ്തത് എന്നുള്ള വിമർശനം വരുന്നു. എന്നിട്ട് ഇവൻ കമാവുന്ന ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. അതിനുശേഷം ഈ പറയുന്ന ഒരു ഇന്റർവ്യൂ, അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ പിന്നീട് ടൈംസിലാണെന്ന് തോന്നുന്നു, അതിലൊരു ഇന്റർവ്യൂ കൊടുത്തപ്പോ ഇവൻ പറയുന്ന വെച്ചാൽ അത് നിങ്ങൾ ഇത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും, ഇതൊക്കെ അവർ ആരാധന മൂത്ത് വന്ന് ചിലവരെ കൈ പിടിക്കും, ചിലവര് ഈ പറഞ്ഞതുപോലെ എന്താണ് പിന്നെ കയ്യിൽ ഉമ്മ വെക്കും, ചിലവരെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കും. ഇത് നിങ്ങൾ വലിയ കാര്യമായിട്ട്, അത് ഈ പറയുന്ന ആരാധകരുടെ ഒരു മാഡ്നെസ് ആയിട്ട്, ആരാധകരുടെ ഒരു എന്താ പറയുന്നത്, ഒരു മാഡ്നെസ് ആയിട്ട് എടുത്താൽ മതി എന്നാണ് ഇവൻ ഈ പറയുന്ന ഇന്റർവ്യൂവിൽ കൊടുത്ത ഇന്റർവ്യൂവിൽ കൊടുത്ത ക്ലാരിഫിക്കേഷൻ അതാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അവിടെ ക്ലാരിഫിക്കേഷൻ അവർ ആരാധന മൂത്ത് വന്ന് നിന്റെ അടുത്ത് ഫോട്ടോ എടുക്കുമ്പോൾ താങ്കൾ കാണിച്ചത് എന്തെന്നുള്ളതാണ് ചോദ്യം. അതിന് മറുപടി ഇല്ല. ഇവിടെ ഇവൻ ചെയ്തു, അത് ഈ പറയുന്ന ഭ്രാന്ത് മൂത്ത് ഈ ആരാധന മൂത്ത് വന്ന് ഓരോരുത്തർ വന്ന് കാണിക്കുന്നത് നിങ്ങൾ മൈൻഡ് ഒന്നും ചെയ്യാറില്ല. കുറെ ചെറിയണം എന്റെ കൈ പിടിക്കും, ചിലവർ എന്നെ എന്ത് ചെയ്യും, ഉമ്മ വയ്ക്കും, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ആരാധകരുടെ കേസല്ല, താങ്കൾ എന്തിനാണ് ചെയ്തത് എന്നുള്ളതാണ്. ഇതിൽ പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. ചിലവരൊക്കെ അത് ഈ പറഞ്ഞതുപോലെ എന്താണ് ഇഷ്ടപ്പെടാതെ പോയിട്ട്, കാരണം ഭർത്താക്കന്മാരുണ്ടേ, ഭർത്താക്കന്മാരെ കണ്ടോണ്ടിരിക്കുകയില്ല. അപ്പൊ എന്തായാലും ഒരു കണക്ക് പറഞ്ഞാൽ ഇവൾക്കൊക്കെ ഇത് കിട്ടണം എന്നുള്ളതാണ്. ഒരു കണക്ക് പറഞ്ഞാൽ ആരെങ്കിലും കണ്ടാൽ ഓടി ചെന്ന ഉമ്മ വെച്ചോളും, മനസ്സിലാവില്ല. അപ്പൊ ഇതിന് അങ്ങനെ ഒരു മറുപടി ഉണ്ട്. പക്ഷെ അതിനോടൊപ്പം യവൻ വെള്ളമൊടിച്ച് ഫിറ്റായി കിടന്നുകൊണ്ട് ഈ പറയുന്ന വാർത്തയ്ക്ക് തുടക്കുമ്പോൾ ഈ എന്താണ് ഭ്രാന്തമൂത്ത് ഇത് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തും. എനിക്ക് ഇതിൽ വേറെ പല വീഡിയോസും വരുന്നുണ്ട്. പലവരും ഈ പറയുന്ന ആരാധന മൂത്ത് സ്റ്റേജിൽ കയറി വന്ന് ഈ പറയുന്ന ആക്ടറിനെ ആയിക്കോട്ടെ, നടന്മാരെയും ഈ പറയുന്ന സിംഗേഴ്സിനെയൊക്കെ ഉമ്മ വയ്ക്കുന്നത്, അവർ തട്ടി മാറ്റുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ പെണ്ണായതുകൊണ്ടാണ് വിഷയം. ഈ പെണ്ണായതുകൊണ്ട് പെണ്ണിന് എന്ത് തേങ്ങയും ചെയ്യാമല്ലോ. ആണുങ്ങളാണ് ചെന്ന് തൊട്ടടുത്ത് വന്ന് ഒരു ഫോട്ടോ എടുക്കുന്നപ്പോ പെണ്ണുങ്ങൾ അവന്റെ ദേഹം ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അവിടെ അങ്ങ് പോകും എന്നുള്ള രീതിയിലാണ്. പെണ്ണുങ്ങൾക്ക് എന്തോ എന്തായാലും ഉദിത് നാരായണൻ ഇപ്പൊ എയറിലാണ്. പിന്നെ അവനൊന്നും ഇതൊരു പ്രശ്നമില്ല. പിന്നെ അവന്റെ ജീവിതം, ഇവന്റെ കുറിച്ച് ഞാൻ തിരക്കിയപ്പോ ഇവനെ ഒരു കല്യാണം മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരു കല്യാണം കഴിക്കുക. അതിപ്പം എനിക്ക് തോന്നുന്നു ഒരു മോനെന്തോ ഉണ്ട്, അവരിപ്പം കേസ് കൊടുത്തിരിക്കുകയാണ്. എന്നുവെച്ചാൽ ആദ്യം ഒരു കല്യാണം കഴിച്ചതെന്ന് ആരുടെ പറയാതെ മറ്റൊരു കല്യാണം കഴിച്ചു. പിന്നെ ആദ്യ ഭാര്യ കേസ് കോടതിയിൽ കേസ് കൊടുത്തു. അതിപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ ഇത് അത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തു. വയസ്സാങ്കാലത്തല്ലേ എന്ത് പറയാൻ. ജയ് ഹിന്ദ്.